നമസ്കാരം, എല്ലാവർക്കും മൈ നോട്ട്ബുക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നഴ്സറി സ്കൂൾ ടീച്ചർ എക്സാമിനും പ്രീ പ്രൈമറി സ്കൂൾ ടീച്ചർ എക്സാമിനും ഒക്കെ തയ്യാറെടുക്കുന്നവർക്ക് പ്രയോജനപ്പെടുന്നതാണ് ഈ വീഡിയോ. രക്ഷാകർതൃ ബോധവൽക്കരണം. പ്രീ സ്കൂൾ വിദ്യാഭ്യാസത്തിൽ രക്ഷാകർത്താക്കൾക്കുള്ള പങ്കെന്താണ്? രക്ഷാകർതൃ പങ്കാളിത്തത്തിൻ്റെ അനിവാര്യത, രക്ഷാകർതൃ പങ്കാളിത്തം വിവിധ ഉപാധികൾ, പങ്കാളിത്തം ഉറപ്പാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ, രക്ഷാകർതൃ ബോധനം, സാമൂഹ്യ പങ്കാളിത്തം എന്നിവയാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇനി എന്താണ് രക്ഷാകർതൃ ബോധവൽക്കരണം? നമുക്കറിയാം, പ്രീ സ്കൂൾ വിദ്യാഭ്യാസത്തിൽ രക്ഷാകർത്താക്കളുടെ പങ്ക് പറയുമ്പോൾ ഇപ്പോൾ ശൈശവത്തിൽ കുട്ടികളുടെ വികസന കാര്യത്തിൽ രക്ഷിതാക്കളുടേതാണ് ആ ഒരു പ്രാഥമിക ചുമതല, അല്ലെങ്കിൽ കുടുംബത്തിലാണ് ആ പ്രാഥമിക ചുമതല എന്ന് പറയുന്നത്. അതിന് രക്ഷിതാക്കൾക്ക് പ്രധാനമായ കൈത്താങ്ങായി പ്രവർത്തിക്കുന്നത് പ്രീ സ്കൂൾ സ്ഥാപനങ്ങളാണ്. ഇപ്പോൾ ശിശുക്കളെ സംബന്ധിച്ചിടത്തോളം ശൈശവകാല പരിചരണ വിദ്യാഭ്യാസവും കുടുംബവും ഉന്നതമാക്കുന്ന ലക്ഷ്യങ്ങൾ ഏതാണ്ട് ഒന്നു തന്നെയാണ്. അതുകൊണ്ട് വിദ്യാലയവും കുടുംബവും തമ്മിൽ പരസ്പര വിശ്വാസവും സഹകരണവും ഒക്കെ അനിവാര്യമാണ്. ഇനി എന്തൊക്കെയാണ് കുട്ടികൾക്ക് വേണ്ടി വിദ്യാലയം ചെയ്യുന്നത് എന്നറിയാൻ രക്ഷാകർത്താക്കൾക്ക് താല്പര്യമുണ്ടായിരിക്കും. അതുപോലെ അധ്യാപകർക്കാവട്ടെ ശിശുക്കൾക്ക് ആവശ്യമായ വ്യക്തിഗത പ്രചോദന പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിന് ശിശുക്കളെക്കുറിച്ചും കുടുംബ സാഹചര്യത്തെക്കുറിച്ചുള്ള ധാരണ ആവശ്യമാണ്. അതിനു വേണ്ടിയിട്ടാണ് ഈ അധ്യാപകരും രക്ഷാകർത്താക്കളും പൊതുസമൂഹവും പരസ്പരം ചർച്ച ചെയ്യുകയും ധാരണകൾ വികസിപ്പിക്കുകയും കൂട്ടുചേർന്ന് പ്രവർത്തിക്കുകയും ചെയ്യുന്ന സാഹചര്യം സൃഷ്ടിക്കേണ്ടത്. ഇനി എല്ലാ കുടുംബങ്ങൾക്കും ശിശുക്കൾക്ക് യോജിച്ച സാഹചര്യങ്ങൾ ഒരുക്കുവാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഈ ഒരു കൂട്ടായ പ്രവൃത്തി കൂടുതൽ സഹായകരമാവുകയും ചെയ്യും. ഇനി എന്തൊക്കെയാണ് രക്ഷാകർതൃ പങ്കാളിത്തത്തിൻ്റെ അനിവാര്യത? അമ്മയുടെ മടിത്തട്ടാണ് കുട്ടിയുടെ ആദ്യ വിദ്യാലയം എന്ന് പറയുന്നത്. രക്ഷാകർത്താക്കൾ ആദ്യത്തെ അധ്യാപകരും സുപ്രധാന വഴികാട്ടികളുമാണ്. ആകയാൽ രക്ഷാകർത്താക്കൾക്ക് കുട്ടിയെ എപ്രകാരം ശാസ്ത്രീയമായി ഉയർത്തിക്കൊണ്ടുവരാമെന്ന ധാരണ ഉണ്ടാവണം. കുട്ടികളുടെ പ്രധാനപ്പെട്ട അവകാശങ്ങൾ അതിജീവനവും സംരക്ഷണവുമാണ്. ഈ രണ്ട് ചുമതലകളും രക്ഷാകർത്താവിന് നിർവഹിക്കുവാൻ കഴിയണമെങ്കിൽ രോഗത്തിലേക്കും അപകടത്തിലേക്കും കൂട്ടിപ്പോകാതിരിക്കാൻ ആവശ്യമായ സേവനങ്ങളെക്കുറിച്ച് തിരിച്ചറിവുണ്ടായിരിക്കണം. കുട്ടിയുടെ ശരിയായ വികാസം സാധ്യമാകണമെങ്കിൽ ശാരീരികവും മാനസികവും വൈകാരികവും ബുദ്ധിപരവുമായ വികാസ പ്രക്രിയകളെക്കുറിച്ച് രക്ഷാകർത്താക്കൾക്ക് സാമാന്യമായ ധാരണ വേണം. ഇത്തരം കാര്യങ്ങൾ ശരിയായ വിധം തിരിച്ചറിയണമെങ്കിൽ പ്രീ സ്കൂൾ സ്ഥാപനങ്ങളുമായി നിരന്തരം സമ്പർക്കം പുലർത്തുന്നതിനും കുട്ടിയുടെ പുരോഗതിയും പ്രശ്നങ്ങളും തടസ്സങ്ങളും തിരിച്ചറിയുന്നതിനുമുള്ള സാഹചര്യം ഉണ്ടാവണം. ശിശു പരിചരിക്കപ്പെടുകയും പഠിക്കുകയും ചെയ്യുന്ന സ്ഥാപനത്തിൻ്റെ സാഹചര്യങ്ങളും പ്രവർത്തനങ്ങളും തിരിച്ചറിഞ്ഞാൽ മാത്രമേ അതിനെ മെച്ചപ്പെടുത്താനായിട്ട് രക്ഷാകർത്താവിനും ഇടപെടാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇനി സമപ്രായക്കാരായ കുട്ടികളിൽ നിന്ന് അല്ലെങ്കിൽ ശിശുക്കളിൽ നിന്ന് വ്യത്യസ്തരായ കുട്ടികളുടെ പ്രശ്നങ്ങളും പരിമിതികളും തിരിച്ചറിയുന്നതിനും മറികടക്കുന്നതിനും മതിയായ സഹായവും ഇടപെടലുകളും എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാനും രക്ഷാകർത്താക്കൾക്ക് അവസരമൊരുക്കേണ്ടതാണ്. രക്ഷാകർത്താക്കൾ അശാസ്ത്രീയമായ കീഴ്വഴക്കങ്ങളും തെറ്റായ വിശ്വാസങ്ങളും പുലർത്തുന്നുണ്ടെങ്കിൽ അവ സ്വയം ബോധ്യപ്പെട്ട് തിരുത്തുന്നതിനുള്ള സാഹചര്യം ഒരുക്കേണ്ടതാണ്. ഇനി എന്തൊക്കെയാണ് രക്ഷാകർതൃ പങ്കാളിത്തത്തിൻ്റെ വിവിധ ഉപാധികൾ എന്ന് നോക്കാം. രക്ഷാകർതൃ വിദ്യാഭ്യാസം ഓരോ പ്രായ വിഭാഗത്തിലുള്ള കുട്ടികളുടെ സവിശേഷതകളും ആവശ്യങ്ങളും ബോധ്യപ്പെടുത്തുകയും എന്താണ് നല്ല രക്ഷാകർതൃത്വം എന്നറിയിക്കുകയും ചെയ്യുന്ന ദൗത്യം, അതിനാണ് രക്ഷാകർതൃ വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. രക്ഷാകർതൃ വിദ്യാഭ്യാസം. അധ്യാപക രക്ഷാകർതൃ സമിതി പ്രവർത്തനം. അടുത്ത എന്താണ്? അധ്യാപക രക്ഷാകർതൃ സമിതി പ്രവർത്തനം. അധ്യാപക രക്ഷാകർതൃ PTA, അതാണ്. അധ്യാപക രക്ഷാകർതൃ യോഗങ്ങളിൽ പങ്കെടുക്കുകയും സ്വന്തം അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയും ഒപ്പം കുട്ടിയുടെയും സ്ഥാപനത്തിൻ്റെയും പുരോഗതിക്കായി സേവനങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്യുക. അടുത്തതാണ് പേരൻ്റ് റിസോഴ്സ് ഗ്രൂപ്പ്. അധ്യാപനത്തെ സഹായിക്കുക, പ്രാദേശിക പഠനോപാധികൾ രൂപപ്പെടുത്തുക, കലാകായിക പ്രവർത്തനങ്ങൾക്ക് സഹായങ്ങൾ നൽകുക, വൈദഗ്ധ്യമുള്ളവർ തങ്ങളുടെ വിഭവശേഷി വാഗ്ദാനം ചെയ്യുക തുടങ്ങിയവ വഴി സ്ഥാപനത്തിലെ പ്രവർത്തനത്തെ മെച്ചപ്പെടുത്തുക. സഹരക്ഷാകർതൃ ആശയവിനിമയങ്ങൾ. കുട്ടികൾ വിഭിന്നരാണ്. അവരുടെ പ്രശ്നങ്ങളും വികസന പ്രത്യേകതകളും വിഭിന്നമാണ്. കുട്ടികളുടെ പ്രശ്നങ്ങളിൽ ഏകമാത്ര പരിഹാരമില്ലാത്തതിനാൽ സമാന പ്രശ്നങ്ങളുള്ള കുട്ടികളുടെ രക്ഷാകർത്താക്കളുമായുള്ള ആശയവിനിമയം പ്രധാന പരിഹാര സ്രോതസ്സായി മാറും. അടുത്തതാണ് ഓപ്പൺ ഹൗസ് അഥവാ കുടുംബ ചർച്ച.
കുട്ടികളുടെ പ്രത്യേകതകളും പ്രശ്നങ്ങളും പരിഹാരങ്ങളും പരസ്പരം ചർച്ച ചെയ്യുന്നതിനുള്ള തുറന്ന സദസ്സുകൾ സംഘടിപ്പിക്കുക. ഇത്തരം യോഗങ്ങളിൽ ഒരേ ഗ്രൂപ്പിലെ രക്ഷാകർത്താക്കൾക്കും അധ്യാപകർക്കും ഒന്നിച്ചിരുന്ന് പുരോഗതി അവലോകനം ചെയ്യാവുന്നതാണ്. വളർച്ചാ നിരീക്ഷണ ഫലങ്ങൾ, സ്വഭാവ സവിശേഷതകൾ, പ്രത്യേക ശേഷികൾ എന്നിവയൊക്കെ ചർച്ച ചെയ്യണം. ഒരു കുട്ടിയെ പോലും ചെറുതാക്കി സംസാരിക്കാനോ അമിതമായി പ്രശംസിക്കാനോ അങ്ങനെ പാടില്ല. രക്ഷാകർതൃ പങ്കാളിത്തത്തിൻ്റെ ആരോഗ്യകരമായ വേദിയായിട്ട് ഈ കുടുംബയോഗം അല്ലെങ്കിൽ കുടുംബ ചർച്ച അല്ലെങ്കിൽ ഓപ്പൺ ഹൗസിനെ മാറ്റാം. അടുത്തത് പങ്കാളിത്തം ഉറപ്പുവരുത്തുന്നതിനുള്ള പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? ഭവന സന്ദർശനം, കുട്ടികളുടെ സർവേ, അവസ്ഥാ അപഗ്രഥനം, സന്ദേശ വ്യാപനം അഥവാ IEC, വളർച്ചാ നിരീക്ഷണവും പഠന പുരോഗതിയും അമ്മമാരുമായി പങ്കുവയ്ക്കലും ചർച്ച. അതാണ് ഓപ്പൺ ഹൗസിൽ പറഞ്ഞത്. മദർ PTA, സ്കൂൾ കലാപരിപാടികളും വാർഷികങ്ങളും, ദേശീയ ദിനാചരണങ്ങളും ആഘോഷ പരിപാടികളും, ഉല്ലാസയാത്രകൾ, പ്രകൃതി പഠനയാത്രകൾ, PTA മീറ്റിങ്ങുകൾ, രക്ഷാകർതൃ ശാക്തീകരണ ക്ലാസുകൾ, ശിശു പരിചരണ വിദ്യാഭ്യാസം, ഗുഡ് പേരൻറ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള ആ ക്ലാസുകൾ, ശിശുക്കൾക്കുള്ള ആരോഗ്യ പരിശോധന, രക്ഷാകർതൃ കൗൺസിലിംഗ്, പോഷണ ആരോഗ്യ ക്ലാസുകൾ. ഇനി അടുത്തതാണ് രക്ഷാകർതൃ ബോധനം, പേരൻറ്റിംഗ് എഡ്യൂക്കേഷൻ. പോഷണം, ആരോഗ്യ സംരക്ഷണം, സുരക്ഷിതത്വം, ലാളനം, ശുചിത്വം, ദിനചര്യകൾ, പെരുമാറ്റം, മൂല്യബോധം, വികസന പ്രചോദന പ്രവർത്തനങ്ങൾ തുടങ്ങി കുട്ടിയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ ഘടകങ്ങളും ഉൾക്കൊള്ളുന്നതും മാതാപിതാക്കൾ ഏറ്റെടുക്കേണ്ടതുമായ പരിപാലന രീതികളെയാണ് രക്ഷാകർതൃത്വം കൊണ്ട് വിവക്ഷിക്കുന്നത്. എന്താണ് രക്ഷാകർതൃത്വം എന്ന് പറയുന്നത്? അത് പോഷണത്തിൻ്റെ കാര്യത്തിലായാലും ആരോഗ്യ സംരക്ഷണം, സുരക്ഷിതത്വം, ലാളനം, ശുചിത്വം, ദിനചര്യകൾ, പെരുമാറ്റം, മൂല്യബോധം, വികസന പ്രചോദന പ്രവർത്തനങ്ങൾ, ഇങ്ങനെ കുട്ടിയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും മാതാപിതാക്കൾ അറിയണം. എങ്ങനെയാണ് കറക്റ്റായ രീതിയിൽ നടത്തേണ്ടത്, പരിപാലിക്കേണ്ടത് എന്നൊക്കെ. അപ്പം അതിന് ആ ഒരു പേരൻറ്റിംഗ് എഡ്യൂക്കേഷനാണ് വരുന്നത് രക്ഷാകർതൃ ബോധനം. കുട്ടികളുടെ ദൈനംദിന വികാസത്തെയും രക്ഷാകർതൃത്വം സ്വാധീനിക്കുന്നുണ്ട്. രക്ഷാകർതൃത്വത്തിൻ്റെ പരിധിയിൽ വരുന്ന അച്ഛൻ, അമ്മ, ബന്ധുക്കൾ, അയൽക്കാർ, സമൂഹം തുടങ്ങി കുട്ടിക്ക് പരിചരണ സേവനം നൽകുന്നവർ വരെ ഉൾപ്പെടുന്നുണ്ട്. കുട്ടിയെ ടേക്ക് കെയർ ചെയ്യുന്നവർ വരെ ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ കുട്ടികളുടെ വളർച്ചയ്ക്ക് പ്രചോദനം നൽകാൻ കഴിയണമെങ്കിൽ അവരുടെ ശാരീരിക ആവശ്യങ്ങൾക്കൊപ്പം മാനസിക ആവശ്യങ്ങളും പരിഗണിക്കപ്പെടേണ്ടതാണ്. ഇനി ഇപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കാണാം അഫെക്ഷൻ അഥവാ വാത്സല്യം, അച്ചീവ്മെൻ്റ് അഥവാ വിജയം, അക്സെപ്റ്റൻസ് അഥവാ അംഗീകാരം. അത് മൂന്നും കൂടി എന്താണ്? ഒരു ട്രയാങ്കിളിൻ്റെ 3 ഭാഗങ്ങൾ, ഒരു 3 കോൺ പോലെ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. അത് മൂന്നും കൺവേർജ് ചെയ്യുന്നത് ഹാപ്പിനെസ് അഥവാ സന്തോഷത്തിലേക്കാണ്. ഇപ്പോൾ അക്സെപ്റ്റൻസ് വേണം, അച്ചീവ്മെൻറ്റ്സ് നേടാനായിട്ട് ഈ പറഞ്ഞ പോലെ അഫെക്ഷൻ, ഇതെല്ലാം ഇൻ്റർ കണക്റ്റഡ് ആണെന്നാണ് പറയുന്നത്. കുടുംബ സന്തോഷവും യോജിപ്പും, പരസ്പര ബഹുമാനം, സത്യസന്ധതയും സുതാര്യതയും, നിബന്ധനകൾക്ക് അതീതമായ സ്നേഹവും താല്പര്യവും, ക്ഷമാശീലവും, സമയം കണ്ടെത്തലും. ഇപ്പോൾ കുട്ടികളോടുള്ള പെരുമാറ്റം എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് ഉചിതമായ രീതിയിൽ വാത്സല്യവും സ്നേഹവും നൽകുക, ആരോഗ്യകരമായ വളർച്ചയ്ക്ക് യോജിച്ച ചുറ്റുപാടുകൾ ലഭ്യമാക്കുക, കുട്ടികളെ വിമർശിക്കുകയോ കുറ്റപ്പെടുത്തുകയോ ചെയ്യരുത്, മറ്റു കുട്ടികളുമായി താരതമ്യം ചെയ്യരുത്, കുട്ടികളുടെ മുന്നിൽ മാതാപിതാക്കൾ കലഹിക്കരുത്, ഇപ്പോൾ കുട്ടികൾ പരാജയപ്പെട്ടാൽ അതിൽ ഉത്കണ്ഠ പ്രകടിപ്പിക്കാതെ മുന്നേറാൻ സഹായിക്കുക, കുട്ടിക്കൊപ്പം പ്രശ്നങ്ങൾ നേരിടാൻ നിലയുറപ്പിക്കുക, കുട്ടികളുടെ ഉചിതമായ ആവശ്യങ്ങൾ സാധ്യമാക്കുക, മാർഗനിർദ്ദേശം നൽകുകയും മാതൃകയാവുകയും ചെയ്യുക, കുട്ടിയിൽ ആത്മവിശ്വാസം വളർത്തുക, സ്കൂളുമായി സഹകരിക്കുക. ഇനി അടുത്തത് രക്ഷിതാവ് അറിയാനായിട്ടുള്ള മറ്റുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഓരോ കുട്ടിക്കും ഓരോ വ്യക്തമായ വികാസ ഘട്ടങ്ങളും അതിനോടനുബന്ധിച്ച സവിശേഷതകളും ഉണ്ട്. അപ്പോൾ സമഗ്ര വികാസം സാധ്യമാകണമെങ്കിൽ വ്യത്യസ്തമായ വികാസ മേഖലകൾ എന്തെല്ലാമെന്ന് രക്ഷിതാവ് തിരിച്ചറിയേണ്ടതുണ്ട്. ഇപ്പോൾ കുട്ടികളുടെ നൈസർഗിക വികാസത്തെ പരിപോഷിപ്പിക്കണം. അതുകൂടാതെ വികാസത്തിന് തടസ്സമായി നിൽക്കുന്ന എന്തെങ്കിലും സാഹചര്യങ്ങളുണ്ടെങ്കിൽ അത് ഒഴിവാക്കണം. ഇനി കളികളിൽ നിന്നും കുട്ടികൾ പഠിക്കുന്നുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ് കളിക്കുന്നതിനുള്ള അവസരവും ഒരുക്കേണ്ടതാണ്. ശിശുക്കളുടെ വികാസശേഷികൾക്കും അവരുടെ രീതികൾക്കും അതീതമായി മുതിർന്നവരുടെ പഠന രീതികൾ അടിച്ചേൽപ്പിക്കരുത്. ഇനി വികാസ വ്യതിയാനമുള്ള കുട്ടികൾക്ക് കഴിയുന്നത്ര വേഗം യോജിച്ച പരിചരണം നൽകണം.
അശാസ്ത്രീയമായ പരസ്യ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന ചെലവേറിയ പ്രീ സ്കൂളുകളിലേക്ക് ആകൃഷ്ടരാകരുത്. അശാസ്ത്രീയമായ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശിശുക്കളെ അനുചിത പെരുമാറ്റങ്ങൾക്ക് വിധേയമാക്കുന്ന സാഹചര്യങ്ങളിൽ ഏൽപ്പിക്കുകയോ അവരെ ശാരീരികമായോ വാചികമായോ ശിക്ഷിക്കുകയോ അവഗണിക്കുകയോ ചെയ്യരുത്. ഇനി പ്രശ്ന സ്വഭാവമുള്ള കുട്ടികൾക്ക് ശാസ്ത്രീയമായ വ്യവഹാര വ്യതിയാന പ്രവർത്തനങ്ങൾ വഴി ഗുണകരമായ മാറ്റങ്ങൾ വരുത്തുന്നതിന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി സാമൂഹിക പങ്കാളിത്തവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വിദ്യാലയം എന്ന് പറയുന്നത് തന്നെ ഒരു സമൂഹമാണ്. അപ്പോൾ അതിൻ്റെ വിജയം ആശ്രയിച്ചിരിക്കുന്നത് ബാഹ്യമായ പുറത്തുള്ള സമൂഹവും വിദ്യാലയവും തമ്മിൽ നടത്തുന്ന പ്രവർത്തനങ്ങളും പ്രതിപ്രവർത്തനങ്ങളും ഒക്കെയാണ്. അപ്പോൾ അങ്ങനെ അതും ആ ഒരു റിലേഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ടാണ് രക്ഷിതാക്കളും ബാഹ്യമായ അല്ലെങ്കിൽ സ്കൂളുകളും ബാഹ്യമായ മറ്റ് ആളുകളും തമ്മിലുള്ള ആ ഒരു പ്രവർത്തനങ്ങൾ നന്നായിരിക്കണം എന്ന് പറയുന്നത്. അപ്പോൾ പറയുന്നത് മാതാപിതാക്കൾക്കും കുടുംബത്തിനും ഒപ്പം സമൂഹത്തിനും ഒരു പങ്കുണ്ട്. ശിശുക്കൾക്കായുള്ള പരിചരണ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ നടത്തിപ്പിൽ സമൂഹത്തിനും പങ്കാളിത്തം ഉണ്ടാവണം എന്നാണ് പറയുന്നത്. ഇപ്പോൾ പ്രീ സ്കൂൾ സ്ഥാപനത്തെ അയൽപ്പക്ക സമൂഹത്തിൻ്റെ പൊതു സ്വത്ത് എന്ന രീതിയിൽ ഉയർത്തിക്കൊണ്ടുവരണം. അപ്പോഴാണ് പങ്കാളിത്തത്തിൻ്റെ വിജയം ഉറപ്പാക്കാൻ കഴിയുക. ശിശുക്കളെ സംബന്ധിച്ച് നമ്മുടെ രാജ്യത്തിൻ്റെ അതിപ്രധാനമായൊരു കാഴ്ചപ്പാടാണ് കുട്ടികൾക്ക് യോജിച്ച ഒരു ലോകം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു രക്ഷാകർതൃ പങ്കാളിത്തത്തിൽ വരുന്നത്. അപ്പോൾ ഇതിൽ നിന്നും കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് കിട്ടിയെന്ന് കരുതുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.